ഈ ബഹുമാന ഡൊമിനിക്കച്ചൻ വചനം തരും, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളുണ്ടാകും. അച്ഛൻ്റെ ജീവിതം അച്ഛൻ പറയും, അച്ഛന് വർഷങ്ങളായിട്ട് കർത്താവായ ഈശോ മിശിഹായുമായിട്ട് വിട്ടുപിരിയാത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു അഭിഷക്തരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ധിതനായ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അവിടെ വെളിപ്പെടും. ഇവർക്കാണ് കഴിഞ്ഞ വർഷം കേരളത്തിലെ അർത്തുങ്കൽ എന്ന സ്ഥലത്ത് അവിടെ അച്ഛൻ്റെ കൃപാഭിഷേക കൺവെൻഷൻ നടക്കുമ്പോൾ അന്ന് അർത്തുങ്കലിലെ പഴയ പള്ളിയിൽ വെച്ച് രോഗികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു 55 വയസ്സിന് മുകളിലുള്ള തളവാതം രോഗം പിടിപെട്ട ഒരു രോഗിണിയായൊരു മകളെ 6 പേർ ചെന്ന് ഒരു സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഈ അമ്മ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ തളർവാദം വന്ന് തളർന്ന് കണ്ണൊക്കെ തുറക്കാതെ ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഈ രോഗിണിയായ മകളെ 6 പേർ ചെന്ന് ഈ സ്ട്രെച്ചറിൽ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛനോട് ചെന്ന് അടുത്തേക്ക് ചെന്നിട്ട് ഈ അമ്മയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് യേശുനാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ അച്ഛനിങ്ങനെ നെറ്റിയിൽ, ഈ അമ്മയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് യേശുനാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഈ അമ്മ ആദ്യം ചെയ്തത്, ഈ കണ്ണടച്ച് തളർന്ന് കിടക്കുന്ന ഈ അമ്മ ആദ്യം തൻ്റെ വായ് തുറന്നു. വാ തുറന്നിട്ട് യേശുവേ യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് ഈ അമ്മ ഇങ്ങനെ പതുക്കെ ശബ്ദം കൂടി വന്നു. അങ്ങനെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് 1 മിനിറ്റ് കഴിഞ്ഞില്ല, ഈ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന തളവാത രോഗിണിയായ അമ്മ ഈ സ്ട്രെച്ചറിൽ പതുക്കെ തനിയെ എഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയെ. തനിയെ അങ്ങ് എഴുന്നേറ്റിരുന്നു. ഈ അമ്മ ഇങ്ങനെ സ്ട്രെച്ചറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡൊമിനിക്കച്ചൻ പറഞ്ഞു, മകളെ നീ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ അമ്മ തനിയെ തൻ്റെ കാലെടുത്ത് താഴെ വെച്ചിട്ട് പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ കൂടെ വന്ന ആളുകളൊക്കെ പിടിക്കാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ആരും പിടിക്കണ്ട, തന്നെ നടക്കാൻ പറഞ്ഞു. അമ്മ പതുക്കെ നടന്ന് പിന്നീട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് ഈ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വന്ന ഈ അമ്മ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപേ നടന്നു പോകുന്നു. അമ്മയെ എടുത്തുകൊണ്ട് വന്നവർ കരഞ്ഞുകൊണ്ട് പുറകെ സ്തുതിച്ചുകൊണ്ട് നടന്നു പോകുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ ബോധപ്പെടുത്തുകയെ. കരം ഉയർത്തി വലത് കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. നോക്കി, നമ്മൾ വിശുദ്ധിയോടെ ഹൃദയവിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5:8 വചനം പറയും, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഹെബ്രായ ലേഖനം 12, 14, 15 വചനം പറയും, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്കായി അഭിലഷിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. വിശുദ്ധി കിട്ടിയേ മതിയാവും. അപ്പോൾ ഈ ദാനിയേൽ പ്രവാചകൻ പാപം ചെയ്യാതിരുന്നത് കൊണ്ട് ഈ ദാനിയേൽ പ്രവാചകന് ദൈവമായ കർത്താവുമായിട്ട് ഒരു ഹൃദയബന്ധമുണ്ട്. ദൈവമായ കർത്താവും ദാനിയേലിനും ഇടയിൽ മതിലുകളില്ല. ദൈവമായ കർത്താവും ദാനിയേലിനും ഇടയിൽ പാപത്തിൻ്റെ മതിലുകളില്ല. ദൈവമായ കർത്താവും ദാനിയേലിനും ഇടയിൽ സ്വകാര്യ പാപങ്ങളുടെ മതിലുകളില്ല. ദൈവമായ കർത്താവും ദാനിയേലും തമ്മിൽ സ്വകാര്യ ബന്ധങ്ങളുടെ മതിലുകളില്ല. ദൈവമായ കർത്താവും ദാനിയേലും തമ്മിൽ മതിലുകളില്ലാത്ത ജീവിതമുണ്ട്. ഹല്ലേലൂയ. ദൈവബന്ധത്തിനെതിരെ പാപത്തിന്റെ മതിലുകളില്ലാത്ത വിശുദ്ധ ജീവിതമാണ് ലോകത്തകരപ്പെടാതെ താങ്ങി നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തെ താങ്ങി നിർത്തുന്നത് അവിടെ ദൈവമായ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മതിലുകളില്ലാത്ത, പാപത്തിന്റെ മതിലുകളില്ലാത്ത, അശുദ്ധിയുടെ മതിലുകളില്ലാത്ത, മ്ലേച്ഛ ബന്ധങ്ങളുടെ മതിലുകളില്ലാത്ത, അവിഹിത വേഴ്ചയുടെ മതിലുകളില്ലാത്ത ജീവിതങ്ങളുണ്ട്. അതാണ് ജീവിത പ്രശ്നങ്ങളിൽ ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ താങ്ങി നിർത്തുന്നത്. ഹല്ലേലൂയ. സ്വരമെഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദാനിയേൽ പ്രവാചകന് ദൈവമായ കർത്താവും ദാനിയേലും തമ്മിലുള്ള ബന്ധത്തിൽ മതിലുകളില്ല. പലരുടെയും ദൈവബന്ധത്തിനിടയിൽ മതിലുകളുണ്ട്. ഹല്ലേലൂയ. എന്നാണ് ലൂക്കാ സുവിശേഷം 16:13 വചനം പറയും, ഒരുവന് 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ഒരുവന് 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. അതാണ് പിശാചിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നീ സ്വാഭാവികമായി ദൈവത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത്.
ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായി പിശാച് നിന്നിൽ നിന്ന് ഓടിമാറും. പിശാച് ഓടിമാറാൻ ഒരു വ്യക്തി പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മതി. ദൈവത്തെ പാപത്തെ ഉപേക്ഷിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിശാച് നമ്മളിൽ നിന്ന് ഓടിമാറും. അത് വിശുദ്ധീകരണമാണ്. ഇവിടെ ദാനിയേൽ പ്രവാചകന് ആ ദൈവബന്ധമുണ്ട്, ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോരുത്തർക്കും ദൈവമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടായിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അടിസ്ഥാന കാരണം. നമ്മൾ സ്വർഗമെന്ന് പറയുന്നതാണ് കർത്താവുമായിട്ടുള്ള വിട്ടുപിരിയാത്ത, ഒരിക്കലും വേർപിരിയാത്ത നിത്യബന്ധത്തെയാണ് സ്വർഗമെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള നിത്യമായ വേർപാടാണ് നരകമെന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ദൈവവുമായിട്ട് ഓരോരുത്തർക്കും ഒരു വ്യക്തിബന്ധം ഉണ്ടായിരിക്കണം. ഈ ദാനിയേൽ പ്രവാചകൻ പാപം ചെയ്യാതിരുന്നപ്പോൾ ഈ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം ഉണ്ടായതുകൊണ്ട് ദാനിയേൽ ജീവിത പ്രശ്നത്തിൽ തൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി മുട്ടുകുത്തി നിന്ന് തൻ്റെ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്വരമേൽപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവമായിട്ട് ബന്ധമുള്ളവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കും. അതാണ് അപ്പോസ്തലപ്രവർത്തനം 16:25 പൗലോസും സീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവർ കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. തൊട്ടടുത്ത വചനം പറയാണ്, തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പൗലോസും സീലാസും ദൈവത്തെ വിളിച്ച് കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. തടവുകാർക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അവൻ പ്രാർത്ഥന കേൾക്കും, പക്ഷേ പ്രാർത്ഥിക്കുകയില്ല. ഹല്ലേലൂയ. തടവുകാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. പൗലോസും സീലാസും തടവുകാരല്ല, കാരണം അവരുടെ ഹൃദയം പാപം ചെയ്യാതെ ദൈവമായിട്ട് അഭേദ്യ ബന്ധമുള്ളത് കൊണ്ട് കീർത്തനം പാടി കാരാഗൃഹത്തിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ തൊട്ടടുത്തുള്ളവർ അവർ തടവുകാരായതുകൊണ്ട് അവർ കേട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പഴയ നിയമ ചരിത്രം പറയും. ഇസ്രായേലിൻ്റെ ചരിത്രം പറയുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് ഫറവോയോട് ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ ഈജിപ്തിൽ നിന്ന് വിട്ടയക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോ ദൈവത്തിൻ്റെ അരുളപ്പാട് ഫറവോയോട് പറയുമ്പോൾ ഫറവോ മോശയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈജിപ്തിൽ നിന്ന് പോകുന്നത്? നിങ്ങൾക്കിവിടെ തന്നെ ആരാധിച്ച പോരെ. ഹല്ലേലൂയ, നിങ്ങൾക്കിവിടെ തന്നെ ആരാധിച്ച പോരെ. പിശാചിൻ്റെ നുണയാണത്. അടിമത്തത്തിൽ ഒരിക്കലും ആരാധനയില്ല. ഹല്ലേലൂയ. അടിമത്തത്തിൽ കിടക്കുന്ന ആർക്കും ദൈവത്തെ ആരാധിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്, പ്രാർത്ഥനയ്ക്ക് നമുക്ക് തടസ്സം വരുന്നത്, പ്രാർത്ഥനയിൽ അലസത വരുന്നത്, കുടുംബ പ്രാർത്ഥന നടക്കാത്തത്, ദൈവത്തെ ആരാധിക്കുന്നത്, പരിശുദ്ധ ബലിക്ക് സമയത്ത് എത്തിച്ചേരാത്തതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ തടവുകാരാകുമ്പോഴാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും പാപത്തിൻ്റെ തടവുകാരായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ നമുക്കൊരിക്കലും പ്രാർത്ഥിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. അതാണ് യോനായുടെ പുസ്തകത്തിൽ നോക്കിക്കേ, യോനാ പ്രവാചകനെ ദൈവം നിനിവേയിലേക്ക് അയക്കുകയാണ്. നിനിവേ കിഴക്കാണ്. അപ്പോൾ യോന കിഴക്കുള്ള നിനിവേയിലേക്ക് പോകാതെ പടിഞ്ഞാറുള്ള താർശിഷിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ യോന ദൈവം പറഞ്ഞതിൻ്റെ നേരെ എതിരെ യാത്ര ചെയ്യുമ്പോൾ യോന സഞ്ചരിച്ച കപ്പലിന് ചുറ്റുമുള്ള കടൽ ശോഭിക്കുകയാണ്. കടൽ ശോഭിക്കുന്നതിന് കാരണം കടലിലുള്ള കപ്പലിൻ്റെ അടിത്തട്ടിൽ ദൈവത്തിനെതിരെ യാത്ര ചെയ്ത ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. കടൽ ശോഭിക്കുന്നത്, പ്രകൃതി ശോഭിക്കുന്നത് ഈ കടലിൽ സഞ്ചരിക്കുന്ന കപ്പലിൻ്റെ അടിത്തട്ടിലുള്ള ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകൻ ദൈവം പറഞ്ഞതിന് എതിരെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് പ്രകൃതി ശോഭിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ എതിരാകുന്നത്, പ്രകൃതി ശോഭിക്കുന്നത്, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, ബൈബിൾ പറയുന്നത് ആ ദുരന്തങ്ങളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ അടിത്തട്ടിൽ ദൈവബന്ധം മുറിഞ്ഞുപോയ തിരഞ്ഞെടുക്കപ്പെട്ടവനുണ്ടെങ്കിൽ അവൻ്റെ ചുറ്റുപാട് എതിരാകും. ഹല്ലേലൂയ.
നമ്മൾ നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ജലപ്രളയം വന്ന് നോഹയും കുടുംബവും പെട്ടകത്തിന്റെ ഉള്ളിൽ, ഈ ജലപ്രളയത്തിന്റെ ഉള്ളിൽ പ്രളയത്തെ അതിജീവിക്കുന്നു. കാരണം എന്താണ്? നോഹയ്ക്ക് ദൈവബന്ധമുണ്ട്. ദൈവമായിട്ട് ബന്ധമുള്ള ഈ നോഹ പെട്ടകത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ പുറമേയുള്ള പ്രളയം പെട്ടകത്തെ ബാധിക്കുന്നില്ല. ഈ പ്രളയം, പ്രകൃതിയുടെ ദുരന്തം ഈ പെട്ടകത്തെ തൊടുന്നില്ല. കാരണം ഈ പെട്ടകത്തിന്റെ ഉള്ളിൽ ദൈവം പറഞ്ഞത് അതേപോലെ അനുസരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട നോഹയുള്ളത് കൊണ്ട് ഈ പ്രളയം പെട്ടകത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. നോക്കിക്കേ, പെട്ടകത്തിന് ചുറ്റും ജീർണതയുണ്ട്, പെട്ടകത്തിന് ചുറ്റും ജഡങ്ങളുണ്ട്, പെട്ടകത്തിന് ചുറ്റും മാലിന്യങ്ങളുണ്ട്, പെട്ടകത്തിന് ചുറ്റും അഴുക്കുണ്ട്. പക്ഷേ അഴുക്കിന്റെ ഒരു തരി പോലും പെട്ടകത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഹല്ലേലൂയ. കാരണം പെട്ടകത്തിന്റെ ഉള്ളിൽ ദൈവബന്ധം മുറിഞ്ഞു പോകാത്ത, തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവം പറഞ്ഞ വചനം അതുപോലെ അനുസരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട നോഹയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പ്രകൃതി ശോഭിക്കുമ്പോൾ ഈ കപ്പലിലുള്ളവര് അത് ബാധിക്കുന്നതിന്റെ കാരണം ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കാത്ത ഒരു പ്രവാചകൻ, ദൈവം പറഞ്ഞതിന്റെ നേരെ എതിരെ യാത്ര ചെയ്യുന്ന ഒരു പ്രവാചകൻ ആ കപ്പലിന്റെ അടിത്തട്ടിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ജനം മുഴുവനും ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കപ്പലിലുള്ളവർ. യോന മാത്രം കിടന്നുറങ്ങുകയാണ്. ഹല്ലേലൂയ. യോന മാത്രം കിടന്നുറങ്ങുകയാണ്. പാവം ദൈവത്തിനെതിരെ യാത്ര ചെയ്യുന്നവന് ജീവിത പ്രശ്നങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അവൻ ഉറങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പള്ളി കണ്ടാലേ അവൻ ഉറക്കം വരും. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന കേട്ടാലേ അവൻ ഉറങ്ങും. ഹല്ലേലൂയ. കാരണം അവൻ്റെ ഉള്ളിൽ ദൈവബന്ധം മുറിഞ്ഞുപോയി. പിന്നെ അവന് പുറമെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കൊന്തയെടുക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴേ വായിക്കോട്ടെ വരും. ഹല്ലേലൂയ. കാരണം ഉള്ളിൽ ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ നോക്കിക്കേ, അപ്പോൾ ഈ പ്രകൃതി എതിരാകുന്നതിൻ്റെ കാരണം യോന ഇതിനുള്ളിലുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരെല്ലാം കൂടി കുറിയിട്ടിട്ട് ഈ യോനായെ എടുത്ത് കടലിലേക്ക് എറിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു തിമിംഗലം വന്ന് യോനായെ വിഴുങ്ങുന്നുണ്ട്. യോനായെ വിഴുങ്ങിയതോടുകൂടെ തിമിംഗലത്തിൻ്റെ പ്രശ്നം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഒരെണ്ണത്തിനെ ഇതുവരെ വിഴുങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. തിമിംഗലത്തെ യോനായെ തിമിംഗലം കൊണ്ടുപോയിട്ട് കരയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചിടുകയാണ്. ഇനി ഒരു തിമിംഗലത്തിനും ഈ ഗതി വരരുത്. ഹല്ലേലൂയ. പാപമുള്ളതിനെ ആര് വിഴുങ്ങിയാലും അവന് പ്രശ്നം ഉണ്ടാവും. ഹല്ലേലൂയ. പാപമുള്ളതിനെ ആര് സ്വീകരിച്ചാലും അവന് അസ്വസ്ഥതയുണ്ടാവും. പാപമുള്ളതിനെ തിമിംഗലം സ്വീകരിച്ചാൽ തിമിംഗലത്തിന് അസ്വസ്ഥത ഉണ്ടാകുമെങ്കിൽ പാപമുള്ളതിനെ ആര് സ്വീകരിച്ചാലും അവന് അസ്വസ്ഥത ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവബന്ധമാണ് പ്രധാനം. ജലപ്രളയത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നോഹ പ്രളയത്തെ അതിജീവിച്ചത് ദൈവബന്ധമുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഉണ്ണീശോയെ കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ ആ പലായനത്തിൽ മരുഭൂമിയുടെ പ്രതിസന്ധികളെ അതിജീവിച്ചത് അവർക്ക് ദൈവബന്ധമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരു പോറൽ പോലും ഏൽക്കാതെ മരുഭൂമിയെ അതിജീവിക്കുന്നത് അവരുടെ ഉള്ളിൽ ദൈവബന്ധമുള്ളത് കൊണ്ടാണ്. ഒരു വ്യക്തിക്ക് ദൈവബന്ധമുണ്ടെങ്കിൽ, ദൈവത്തോടൊട്ടി നിന്നാൽ, അതാണ് സങ്കീർത്തനം 91:14 പറയും, അവൻ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം. ദൈവം നമ്മോട് ഒട്ടി നിൽക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം രക്ഷിക്കുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിയ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ സമയത്ത് ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ യോഹന്നാൻ സ്ലീഹ കർത്താവിൻ്റെ പീഡാസഹന വേളയിൽ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ കാൽവരി ബലി നടക്കുകയാണ്. ആദ്യത്തെ പരിശുദ്ധ കുർബാന നടക്കുകയാണ്. ആ പരിശുദ്ധ കുർബാന, ആദ്യത്തെ ബലിയർപ്പണം നടക്കുമ്പോൾ ഈ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നത് ഒരാൾ മാത്രമാണ്. ഹല്ലേലൂയ. ഒരാൾ മാത്രമാണ് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ഒരാൾ മാത്രം ചേർന്ന് നിൽക്കുന്നത് ഈശോയുടെ വത്സല ശിഷ്യനായ യോഹന്നാനാണ്. ഹല്ലേലൂയ. ഈ ശിഷ്യനാണ് കർത്താവിൻ്റെ അന്ത്യത്താഴ് സമയത്ത് കർത്താവിൻ്റെ വക്ഷസ്സിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. നോക്കിയേ,
കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ചാരി നിൽക്കുന്നവർ, ഹൃദയബന്ധമുള്ളവരാണ് ജീവിത പ്രശ്നങ്ങളിലൊക്കെ വേർപെട്ടു പോകാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ലോകത്തിലൊക്കെ തിന്മയുടെ ശക്തികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നമുക്കൊരു വഴിയേ ഉള്ളൂ. ഓരോരുത്തർക്കും കർത്താവിനോട് വ്യക്തിപരമായ ഹൃദയം ഉണ്ടായിരിക്കണം. ഓരോരുത്തർക്കും ഹൃദയബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഉണ്ട്. അതാണ് വചനം ഈശോ പറഞ്ഞു. അന്ത്യകാലത്തെക്കുറിച്ച്, വേദനയുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രണ്ടുപേർ ധ്യാനം പൊടിച്ചുകൊണ്ടിരിക്കും. കർത്താവ് പറയാണ്, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ അവശേഷിക്കും. തൊട്ടടുത്തു നിൽക്കുന്നവരുടെ ബന്ധം പോരെ എനിക്ക് കർത്താവുമായിട്ട് ദൈവബന്ധം ഉള്ളതനുസരിച്ചാണ് ഞാൻ എടുക്കപ്പെടുമോ അവശേഷിക്കപ്പെടുമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും ഓരോരുത്തരും കർത്താവുമായി ആഴമായ ഒരാത്മീയ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കൃപ കടന്നു വരുള്ളൂ. ഓരോരുത്തർക്കും ആത്മീയ ബന്ധം ഉണ്ടായിരിക്കണം. ഈ ആത്മീയ ബന്ധത്തിൽ നിന്നാണ് നമ്മുടെ കൃപ വളരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നോക്കി, ഈ ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ ദാനിയേൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു അത്ഭുതം ഉണ്ടായി. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 6:22 വചനം പറയാണ്, തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. ഹല്ലേലൂയ. അപ്പൊ നോക്കി, വചനം പറയാണ്, തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ, തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായി ജീവിച്ചാൽ, ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കയറി ചെല്ലും, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മെ വിഴുങ്ങാൻ നിൽക്കുന്ന സിംഹത്തിൻ്റെ വായ അടയ്ക്കും. നമ്മൾ മനസ്സിലാക്കണം, സിംഹത്തിൻ്റെ വായ ഒരിക്കലും മനുഷ്യനടയ്ക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. സിംഹത്തിൻ്റെ വായ ഒരിക്കലും മനുഷ്യനടയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ദൂതൻ തന്നെ ഇറങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ തന്നെ ഇറങ്ങി വന്നാലേ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് നമുക്ക് ഉത്തരം തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ ദൈവദൂതൻ്റെ മുമ്പിൽ, ദൈവദൂതൻ്റെ കൂടെ നിൽക്കത്തക്കവിധം വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം. ദൈവദൂതന് നമ്മുടെ കൂടെ നിൽക്കത്തക്കവണ്ണം വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമ്മുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിച്ചാൽ മതി. ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗം തുറന്ന് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിശുദ്ധീകരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന എന്ന പുണ്യവതി. ഈ പുണ്യവതിയെ കരുണയുടെ അപ്പസ്തോല എന്നാണ് വിളിക്കുന്നത്. ദൈവ കരുണയുടെ ജപമാലയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം പഠിപ്പിച്ചത് ഈ ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ ഈശോ വെളിപ്പെടുത്തിയ ഒത്തിരിയേറെ ദൈവീക രഹസ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്ററാണ് ഫൗസ്റ്റീന പുണ്യവതി. സിസ്റ്ററായിരിക്കുമ്പോൾ ഈ ഫൗസ്റ്റീന പുണ്യവതിക്ക് മഠത്തിൽ കിട്ടിയ ജോലി അടുക്കളയിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി സിസ്റ്ററിന് കൂടെയുള്ളവർക്കൊക്കെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഈ സിസ്റ്ററിന് നടുവിന് വലിയൊരു രോഗമുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ ജീവചരിത്രം പറയാണ്, ഇങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചെമ്പിൽ വെക്കുമ്പോൾ ഈ സിസ്റ്ററിന് ഇതിലെ വെള്ളം ഊറ്റിക്കളയാൻ പറ്റുകയില്ല. അപ്പോൾ സിസ്റ്റർ ചെന്ന് വേറെ സിസ്റ്റർമാരെ സഹായിക്കാൻ വിളിക്കും. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാരെല്ലാം പറഞ്ഞു, ഇവൾക്ക് രോഗമൊന്നുമില്ല, ഈ സിസ്റ്റർ വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതിന് നടുവേദനയൊന്നുമില്ല, ഇതിന് തട്ടിപ്പാണെന്ന് പറഞ്ഞ് അവരെല്ലാം പരിഹസിച്ചു. അപ്പോൾ ഈ ഫൗസ്റ്റീന സിസ്റ്റർ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ഫൗസ്റ്റീന സിസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ആരൊക്കെ അവഹേളിച്ചാലും, ആരൊക്കെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ പരിഹസിച്ചാലും ആരോടും പരാതി പറയില്ല, ആരോടും കുറ്റം പറയില്ല. ഈ സിസ്റ്റർ എന്ന് അടുത്ത ദിവസം പരിശുദ്ധ കുർബാനയിൽ ഇതെല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോടും പരാതി പറയാതെ
ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചാലാണ് നമുക്കതിന് ഉത്തരം കിട്ടുന്നത്. അതാണ് ഗത്സമനിൽ പ്രാർത്ഥിച്ച ഈശോ. അവിടെ ഗത്സമനിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ഈശോയെ ബന്ധിക്കാനായി പടയാളികൾ ചെല്ലുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ നസ്രയനായ യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ യേശു പറയും, അത് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ തന്നെ ബന്ധിക്കാൻ വന്ന പടയാളികളൊക്കെ പുറകോട്ട് മറിഞ്ഞു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും നൊമ്പരങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഓറി മാറാതെ, അതിനെക്കുറിച്ച് പരാതി പറയാതെ, മനുഷ്യരോട് ചർച്ച നടത്താതെ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു സഹനത്തിൻ്റെ മുൻപിൽ അടിപതറാതെ, ആരോടും പരാതി പറയാതെ എഴുന്നേറ്റ് സഹനം സ്വീകരിക്കുന്ന വ്യക്തികളുടെ മുമ്പിലാണ് അന്ധകാര പൈശാചിക ശക്തികളുടെ സൈന്യം തകർന്നു വീഴുന്നത്. അപ്പോൾ ഈ ഫൗസ്റ്റീന സിസ്റ്റർ ഇതാരോടും പറയാതെ പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവെച്ച് എല്ലാ ദിവസവും സഹിച്ച് പ്രാർത്ഥിക്കും. കണ്ണുനീര് കൂടെയുള്ളവരൊന്നും കാണാതെ അടുക്കളയിലെ ഒരു മൂലക്കിരുന്ന് കരയും. അങ്ങനെ ഒരു ദിവസം ഈ സിസ്റ്റർ വലിയ പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് സിസ്റ്റർ ചെന്ന് കൂടെയുള്ള സിസ്റ്റർമാരെ വിളിച്ചപ്പോൾ അന്ന് ആരും വന്നില്ല. അപ്പോൾ ഈ സിസ്റ്റർ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വേദനിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിസ്റ്റർ കാണുന്നത് ഈ അടുക്കളയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഈ ദൂതൻ ഈ വിശുദ്ധയായ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഫൗസ്റ്റീന, നീ മാറി നിൽക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഇതിലെ വെള്ളം ഒഴിച്ചു കളയാം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയെ. ഫൗസ്റ്റീന സിസ്റ്ററുടെ ജീവചരിത്രം പറയാണ്, അന്നു മുതൽ എന്നൊക്കെ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തു, എല്ലാ ദിവസവും പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെക്കവേ പെട്ടെന്നൊരു ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് എന്നെ മാറ്റി നിർത്തി ഇതിലെ വെള്ളം ഒഴിച്ച് മാറ്റിക്കളയും. ഹല്ലേലൂയ. നോക്കിക്കേ, സഹനത്തിൽ പരാതി പറയാതെ, പ്രശ്നത്തിൽ പരിഭവം കാണിക്കാതെ, പ്രശ്നത്തിൽ എതിരിടാതെ, ബുദ്ധിമുട്ടുകളിൽ ദൈവബന്ധം വിച്ഛേദിക്കാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ ദൈവത്തിൻ്റെ മകൾ നിൽക്കുന്ന ഈ അടുക്കളയിലേക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങി വന്നതാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ ഹെസക്കിയ എന്നൊരു രാജാവുണ്ട്. ഈ രാജാവിൻ്റെ പ്രത്യേകത, ദൈവകൽപ്പനകളെന്നും കറയില്ലാതെ വിശ്വസ്തയോടെ പാലിച്ചിരുന്ന ഹെസക്കിയായ്ക്ക് രോഗം വന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹെസക്കിയായുടെ കൊട്ടാരത്തിൽ വന്നിട്ട് ഹെസക്കിയായോട് പറഞ്ഞു, ഹെസക്കിയ, നീ മരിക്കാൻ പോവുകയാണ്, നീ കൊട്ടാര കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കെല്ലാം മരണത്തിന് തൊട്ട് മുമ്പ് മുന്നറിയിപ്പ് കിട്ടിയിരിക്കും. ഹല്ലേലൂയ. സർവ്വഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കുന്നവരൊക്കെ മരണത്തിന് അടുത്തെത്തുമ്പോൾ തിരിച്ചറിയാനും ഏറ്റവും അടുത്ത വിശുദ്ധീകരണം അറിയാനും സ്വീകരിക്കാനും സാധിക്കും. മാരകഭാവമില്ലാതെ ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും മരണസമയത്ത് ദൈവത്തിന്റെ ദൂതൻ മരണത്തിന്റെ സമയത്ത് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവരെ ഒരുക്കും. അതിനെല്ലാം സാധിക്കണമെങ്കിൽ ദൈവബന്ധമുണ്ടായിരിക്കും. ദൈവബന്ധമുണ്ടെങ്കിലേ നിത്യജീവിതത്തിന് അടുത്തെത്തുമ്പോൾ നിത്യജീവിതത്തിന് ആനുപാതികമായ ഒരുക്കം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏറ്റവും അടുത്ത ഒരുക്കം ദൈവത്തിന്റെ പരിശുദ്ധിയോട് ചേർന്ന് ഒരു വ്യക്തി ഒരുങ്ങണമെങ്കിൽ ദൈവബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാരനും വീട്ടിലുള്ള അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മ മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ അബോധാവസ്ഥയിൽ മരണത്തോടടുത്ത് കിടക്കുന്ന അമ്മ ഈ അബോധാവസ്ഥയിൽ കിടന്ന് വായിലൂടെ അശ്ലീല വാക്കുകൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിക്കും നമ്മുടെ ഈ ബോധം പോയാൽ യഥാർത്ഥ ബോധം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ചിലപ്പോഴൊക്കെ അപകടത്തിലൊക്കെ ആളുകൾ പെട്ട് അബോധാവസ്ഥയിൽ പോകുമ്പോൾ അവർ ചില വാക്കുകളൊക്കെ വിളിച്ചു പറയും. ചില ആളുകൾ യേശുവേ യേശുവേ എന്ന് വിളിക്കും. ചില ആളുകൾ മോശമായ വാക്കുകൾ തന്നെ വിളിക്കും. ചില ആളുകൾ അശുദ്ധ വാക്കുകൾ പറയും. ചില ആളുകൾ അബോധാവസ്ഥയിൽ കിടന്ന് എല്ലാവരും ചീത്ത വിളിക്കും. ചില ആളുകൾ നോക്കി അവരുടെ ആ ബോധം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും അവരുടെ അധരം അവരറിയാതെ യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ ഹൃദയത്തിന് ദൈവമായിട്ട് ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അപ്പോൾ ഈ അമ്മ നോക്കി അവിടെ അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് മോശമായ വാക്കുകൾ പറയണ്. കാരണം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവബന്ധം, അപ്പോൾ ഹെസക്കിയായിക്ക് ദൈവബന്ധം ഉള്ളതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ചെന്ന് മരണത്തിന് നീ മരിക്കാൻ പോവാണ്, നീ ഒരുങ്ങാൻ പറയുകയാണ്. അങ്ങനെ യെശയ്യാ ഇത് പറഞ്ഞിട്ട് കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ ഹെസക്കിയാ രാജാവ് തൻ്റെ കട്ടിലിൽ കിടന്ന് ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്നിട്ട് ഏങ്ങലടിച്ച് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ഹെസക്കിയാ രാജാവ് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞ് ആരുമില്ലാതെ ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഹെസക്കിയായുടെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് അരുളപ്പാടുണ്ടായി. യെശയ്യാ പ്രവാചകൻ, കൊട്ടാരം വിട്ടിറങ്ങുന്ന യെശയ്യാ പ്രവാചകനെ വിളിച്ചിട്ട് ദൈവം പറയണം, യെശയ്യാ നീ തിരിച്ചു ചെന്നിട്ട് ഹെസക്കിയായുടെ ആയുസ് 15 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കാന്ന് പറയണം. അപ്പോൾ യെശയ്യാ തിരിച്ചു ചെന്നിട്ട് ഹെസക്കിയായ്ക്ക് ആയുസ് 15 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിയ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവബന്ധമുള്ള, ദൈവത്തോട് ആത്മാവ് ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ രോഗം വന്നപ്പോൾ ആ വ്യക്തിക്ക് മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും, നോക്കിക്കേ, പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുന്ന അരുളപ്പാട് ദൈവം ഒരിക്കലും മാറ്റാറില്ല. പക്ഷേ ഹൃദയം ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയം ദൈവബന്ധമുള്ളതുകൊണ്ട് ആ വ്യക്തി ആരുമില്ലാതെ ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ ദൈവം കൊടുത്ത അരുളപ്പാട് തിരുത്താൻ വേണ്ടി ദൈവം തൻ്റെ പ്രവാചകനെ മടക്കി ഈ വ്യക്തിയുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. സ്വരമെഴുതി ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവബന്ധത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എത്ര ദൂരത്തിലിരുന്ന് ദൈവബന്ധത്തോടു കൂടെ പ്രാർത്ഥിച്ചാലും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ദൈവബന്ധം ഉണ്ടായിരിക്കും. ദൈവബന്ധമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരും. അതാണ് ദാനിയേലിന്റെ പുസ്തകം 14:38 തിരുവചനം. ദൈവവചനം പറയുകയാണ്, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. വചനം പറയാണ്, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ പ്രവാചകൻ സിംഹത്തിന്റെ കുഴിയിൽ കിടന്നുകൊണ്ട് 6 ദിവസം സിംഹത്തിന്റെ കുഴിയിൽ കിടന്ന ദാനിയേലിന് ഹബക്കുക്ക് പ്രവാചകൻ ദൈവത്തിന്റെ ദൂതൻ വഴി സിംഹക്കുഴിയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് ദാനിയേലിനെ വിളിച്ചു പറയുന്നുണ്ട്, ദാനിയേൽ നീ എഴുന്നേറ്റ് ദൈവം അയച്ചു തന്ന ഭക്ഷണം കഴിച്ചാലും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ ജീവിത പ്രശ്നങ്ങളുടെ സിംഹക്കുഴികളിൽ കിടക്കാറുണ്ട്. രോഗത്തിന്റെ, തകർച്ചയുടെ, കടബാധ്യതയുടെ, ജീവിത ബന്ധത്തിന്റെ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെ, ആരുമില്ലാത്ത അവസ്ഥയുടെ, മാരക പാപത്തിന്റെ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ ഇവിടെ ദൈവം പറയാണ്, ഹബക്കുക്ക് പ്രവാചകനോട് അരുളപ്പാട് കൊടുക്കുകയാണ്, നീ ദൈവം അയച്ചു തരുന്ന ഭക്ഷണം കഴിക്കണം. ദൈവം അയച്ചു തരുന്ന പരിശുദ്ധ കുർബാനയും ദൈവവചനവും സ്വീകരിക്കണം. ജീവിത പ്രശ്നങ്ങൾക്ക് പുറത്തു കടക്കാൻ പ്രശ്നത്തിൽ കിടക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ വചനമാകുന്ന ഭക്ഷണം സ്വീകരിക്കണം. പരിശുദ്ധ കുർബാനയാകുന്ന ഈശോയുടെ തിരുശരീരം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഫലം കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ അടക്കരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒരു ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ അബോധാവസ്ഥയിൽ മരണത്തോടടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഇവരെല്ലാ ദിവസവും ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം പോലും ഇവർ പരിശുദ്ധ കുർബാന മുടക്കിയില്ല. അവർ പറയാണ്, ഓർമ്മ വെച്ച നാൾ മുതൽ പരിശുദ്ധ കുർബാന മുടങ്ങിയതിൻ്റെ ഓർമ്മ അവർക്കില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അങ്ങനെ ഈ ഭാര്യ ആക്സിഡൻറ്റിൽപ്പെട്ട് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഈ സഹോദരൻ, ഈ ഭർത്താവ് ചെന്നിട്ട് പള്ളിയിൽ അച്ഛനോട്, അച്ഛോ എൻ്റെ ഭാര്യയ്ക്കൊന്ന് പരിശുദ്ധ കുർബാന കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് എങ്ങനെയാണ് പരിശുദ്ധ കുർബാന കൊടുക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പോയിട്ട് അദ്ദേഹം പറയാണ്, പകുതി വഴി ചെന്നിട്ട് തിരിച്ച് ചെന്നിട്ട് അച്ഛനോട്, അച്ഛോ പരിശുദ്ധ കുർബാനയുടെ പൊടി കൊണ്ടുവന്ന് കൊടുക്കൂ. ഇദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലം പരിശുദ്ധ കുർബാനയുടെ പൊടി കൊണ്ടുവന്ന് കൊടുത്തു. അന്ന് വൈകുന്നേരം ആ മകൾ സുഖപ്പെട്ട് എഴുന്നേറ്റിരുന്നു. കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ ബന്ധപ്പെടുത്തുകയും